തീർച്ചയായും അമേരിക്കയെ കൂടി കളത്തിലേക്ക് ഇറക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ നെതന്യാഹുവും അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബിയും നടത്തുകയും ചെയ്തു. അങ്ങനെ ട്രംപ് ടീമിലെ ഒരു ടീമിനെ, ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനും ഈ ഒരു സംഘത്തിന് സാധിച്ചു, സയനിസ്റ്റ് ലോബിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ട്രംപിന്റെ മാഗ ടീമിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പുതിയ ഭരണ സമിതിയിൽ ഒരു റിഫ്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. പക്ഷേ പ്രമുഖരായ ആളുകൾ, ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളെല്ലാം തന്നെ, പ്രത്യേകിച്ചും വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതേപോലെ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഡൊണാൾഡ് ട്രംപിന് കൈമാറുന്ന തുളസി ഗബാർഡ്, അവരുടെ ഇന്റലിജൻസ് മേധാവി, ഈ രണ്ടുപേരും, അതേപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ അടക്കമുള്ള ആളുകൾ ഈ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു. കാരണം കുറേയേറെ ഡാറ്റകൾ വെച്ച് തന്നെ, അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിരവധി കാരണങ്ങൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു ഈ യുദ്ധത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് വിരുദ്ധമാണ്, അതോടൊപ്പം നമുക്ക് നേരെ തിരിച്ചടികളാണ് ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ട്രംപിനെ ബോധ്യപ്പെടുത്തി. പക്ഷേ അതേ സമയത്ത് തന്നെ വലിയ ക്യാമ്പയിൻ സയനിസ്റ്റ് ലോബിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ലോബിയെയും രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ 10-12 ദിവസമായി ട്രംപ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടായത്. ഇരു വിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനുള്ള ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ഏറ്റവും ഒടുവിൽ ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിൽ ബോംബിട്ടതോടുകൂടി ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരമാവുകയായിരുന്നു. രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു ആ ബോംബിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഒരു ഭാഗത്ത് നെതന്യാഹു പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ബങ്കർ ബസ്റ്റർ ബോംബ് ആ ഫോർദോ ആണവ നിലയത്തിൽ ഇട്ടാൽ മതി എന്ന് നെതന്യാഹുവും സയനിസ്റ്റ് ലോബിയും പറയുന്നു. അത് പക്ഷേ അതിടുമ്പോൾ നേരത്തെ തന്നെ ഇറാനെ അറിയിച്ചുകൊണ്ട് അവിടെയുള്ള പരമാവധി കാഷ്വാലിറ്റീസ് ഒഴിവാക്കുകയും അവിടെ അവർ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തതോടുകൂടി രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു. അതിനുശേഷം സ്വാഭാവികമായും അമേരിക്കയെ പോലെയുള്ള ഒരു സംഘം ഇറങ്ങിക്കളിക്കുമ്പോൾ അതിന് ഇറാന് പകരം വീട്ടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇറാന് വലിയ തിരിച്ചടിയാകും. കാരണം ഇസ്രായേൽ വലിയ കൊലപാതകങ്ങൾ നടത്തുകയും അമേരിക്ക ഇറങ്ങിക്കളിക്കുകയും ചെയ്താൽ അവിടെയുള്ള US ബേസുകളെ ആക്രമിക്കും. പശ്ചിമേഷ്യയിലെ US ബേസുകൾ, പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളുള്ള US ബേസുകളെ ആക്രമിക്കുമെന്ന് ആയത്തുള്ള അലി ഖാംനായിയും ഇറാൻ ഭരണകൂടവും നിരന്തരം പറഞ്ഞതായിരുന്നു. പക്ഷേ ഇത്ര വലിയൊരു ബങ്കർ ബസ്റ്റർ ബോംബിട്ടിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വഴി കൂടി ഒരുക്കി കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഖത്തറിനെ അറിയിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ അതോടുകൂടി കാര്യങ്ങൾ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് രണ്ടാമതിട്ട ട്വീറ്റിൽ പറയുന്നത് ആ വലിയ ഹിറ്റ്, അതായത് B-2 ബോംബറുകളാണ് യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗത്തെയും ഈ ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കൗതുകകരമായ ഒരു ട്വീറ്റാണ്. രണ്ടു ഭാഗത്തെയും എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെയും ഇറാനെയും ഈ ഒരു ഡീലിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു ഹിറ്റായിരുന്നു. സ്വാഭാവികമായും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ കൊണ്ടുവന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു സാങ്കത്യം കാണാമായിരുന്നു. നെതന്യാഹുവിനെ കൂടി ഈ ഒരു ഡീലിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ പറഞ്ഞ ആ ബങ്കർ ബസ്റ്റർ ബോംബ് നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് ഒരു ഭാഗത്തെ ബോധ്യപ്പെടുത്തുന്നു, മറുഭാഗത്ത് അതിൽ നാശനഷ്ടങ്ങളില്ലാതെ നേരത്തെ തന്നെ അവരെ അറിയിക്കുന്നു. അങ്ങനെ അമേരിക്ക ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. ഈ യുദ്ധം നെതന്യാഹു വിചാരിച്ച വഴിയിലൂടെ പോകാതിരിക്കാൻ സ്വാഭാവികമായും ട്രംപിൻ്റെ നിലപാടുകൾ കാരണമായിട്ടുണ്ട്. ഈ വിഷയം നടന്ന ഉടനെ, അതായത് ഇന്നലെ ഈ അൽ ഉദൈദ് വ്യോമത്താവളം കൂടി ആക്രമിക്കുന്നതോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കാം, ഒരു വിൻ ആൻഡ് വിൻ സിറ്റുവേഷനിൽ കാര്യങ്ങൾ തീർക്കാം എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നെതന്യാഹുവിനെ അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ യുദ്ധം ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്താണ്? അവിടെ നിന്ന് ഗസയിലടക്കം നമുക്കിപ്പോൾ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാകണമെന്ന പ്രതിപക്ഷ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സോ പൊളിറ്റിക്കലി നെതന്യാഹുവിനെ സംബന്ധിച്ച് അതിനകത്തുണ്ടാകുന്ന ചലനങ്ങൾ അത്ര ആശാവഹമാണോ? ഇത് വേറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഗസയിൽ ഈ ഇറാൻ വിഷയം വന്നതിന് ശേഷം ഗസയിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്. ഗസയിൽ കൂട്ടക്കൊലകൾ തുടരുന്നുമുണ്ട്. അപ്പോൾ ഒരു സൈനികമായ നടപടിയിലൂടെ ഇത്രയും വലിയ ഇറാനെ പോലും നേരിടാൻ ഇസ്രായേലിന് ശക്തിയില്ല എങ്കിൽ സ്വാഭാവികമായും ഈ പിന്തുണയെല്ലാമുള്ള, ലോകത്തിൻ്റെ ആകെ പിന്തുണയുള്ള ഗസയെ, അവിടെ ആണവ ഭീഷണിയില്ല, അതേപോലെ തന്നെ അവിടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ എന്തിനു വേണ്ടി ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത്, അവിടെ എന്ത് ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. ഈ ഇറാൻ ആക്രമണം തന്നെ ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് ഉയർന്നു വന്ന ഘട്ടത്തിൽ കൂടിയാണ്. കാരണം
ഇപ്പോൾ വേണ്ടത് ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയല്ല, മറിച്ച് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ചേഞ്ച് ഉണ്ടാവേണ്ടത് ഇസ്രായേലിലാണ്. നെതന്യാഹുവിനെ മാറ്റുന്ന ഒരു ഇലക്ഷൻ, ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന ഒരു പ്രമേയം അവരുടെ നെസറ്റിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് പെട്ടെന്ന് തിടുക്കത്തിൽ നെതന്യാഹു പോയത്. ആ ചോദ്യങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ മടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഇനി തിരിച്ചടിയുടെ കാലം തന്നെയാണ് വരാനിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇസ്രായേലിൽ ഇപ്പോൾ ഒക്ടോബർ 7 ആക്രമണം എന്ന് പറയുന്നത് അതിനുശേഷം നെതന്യാഹു ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇസ്രായേലി ജനതയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്ന ദിവസം 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം അവിടെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ ജനങ്ങൾക്ക് സമാധാനവും കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഓപ്പറേഷൻസ് മുഴുവനും തിരിച്ചടിക്കുകയാണ് എന്ന് ഇസ്രായേലിലെ ജനത തിരിച്ചറിയുന്ന ഒരു സാഹചര്യം. ഈ ഗസയിൽ പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കും, അതേപോലെ തന്നെ ബന്ദികളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരും, അതേപോലെ തന്നെ അവിടെ നിന്നും ഗസയിൽ നിന്ന് ഇസ്രായേലിനൊരു ഭീഷണി ഇല്ലാതെയാക്കും എന്നുള്ള ലക്ഷ്യമായിരുന്നു ഗസയിലെ യുദ്ധത്തിന് നെതന്യാഹു നിശ്ചയിച്ചിരുന്നതെങ്കിൽ അതൊന്നും നേടിയിട്ടില്ല. നിരവധി പേരെ കൊലപ്പെടുത്തി, 50,000-ലധികം വരുന്ന ആളുകളെ കൊലപ്പെടുത്തി. അതിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും. ഇൻക്യുബേറ്ററിൽ കഴിഞ്ഞ കുട്ടികളെ പോലും കൊലപ്പെടുത്തി. അതേപോലെ തന്നെ ഭക്ഷണത്തിന് വരി നിന്ന ആളുകളെ കഴിഞ്ഞ ആഴ്ചയിൽ കുറേയേറെ കൊലപ്പെടുത്തി. കുറേ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നു. എന്നതിലപ്പുറമായി ഗസയിൽ നെതന്യാഹു എന്ത് നേടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നു. അതിനുശേഷം നെതന്യാഹുവിന് നിരവധി തിരിച്ചടികൾ ഏൽക്കുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇറാനിലെ ആളുകളെ, ഒരുപാട് ശാസ്ത്രജ്ഞരെ വധിച്ചതും അതേപോലെ തന്നെ സൈനിക നേതൃത്വത്തിലുണ്ടായിരുന്ന നിരവധി പേരെ കൊന്നതുമൊക്കെയാണ് വലിയ നേട്ടങ്ങളായി നെതന്യാഹു ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അതിലേറെ പേരെ കൊന്നിട്ടും നമുക്കറിയാം ഗസയിലുള്ള ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങിയതല്ല, അതിനു മുമ്പേ തുടങ്ങിയതാണ്. ഹമാസിൻ്റെ നിരവധി നേതാക്കളെ, പ്രമുഖരായിട്ടുള്ള 10-ലധികം നേതാക്കളെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. അതേപോലെ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ ഹമാസ് ശക്തമാണ്. ഇസ്രായേലി സൈനികർ ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിന് ശേഷം പോലും ഇസ്രായേലി സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഈ ഒരു 2-3 പ്രമുഖരായ സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചതുകൊണ്ട് ആ ഭീഷണി ഇല്ലാതാകില്ല എന്ന് എല്ലാവരേക്കാളും കൂടുതൽ നെതന്യാഹുവിന് അറിയാം. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സുഹൈൽ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ഇന്നലെ രാത്രി US-ന്റെ ബേസുകൾ ആക്രമിച്ചല്ലോ ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തറിലെയൊക്കെ. വലിയ ശക്തമായ പ്രതികരണം അവിടെ നിന്ന് വരികയും ചെയ്തു, ഇത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന്. എന്നാൽ ഞങ്ങളുമായിട്ട് സഹോദര ബന്ധമുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്ന ഉദ്ദേശമില്ല എന്നാണ് ഇറാൻ അതിന് കൂടെ പറഞ്ഞ കാര്യം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റുഡ് ആണോ?